സൂര്യന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് ഭൂമിയിലേക്ക് വന്ന് 2024-ലോ 2025-ലോ സംഭവിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന ഈ ചൂട് ആക്ച്വലി എന്തിന്റെ ഫലമാണ്? വിഷു വരാൻ പോവാണ്. ഏറ്റവും നല്ലതിനെ കണ്ടു തുടങ്ങുക. എന്തായിരുന്നു കേരളം ഡിസംബറിൽ ഭൂമി എന്ന് പറയുമ്പോൾ സൂര്യനോട് ഇപ്പൊ അടുത്തോണ്ടിരിക്കുകയാണ്. സൂര്യൻ ഭൂമിയെ വിഴുങ്ങും. അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ. അനുഭവിച്ചേ മനുഷ്യൻ മടക്കത്തുള്ളൂ. ഹാബിറ്റബിൾ സോണിൽ നിന്ന് ശാസ്ത്രം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് വാക്സിൻ എടുക്കാത്ത എത്ര ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടെന്ന് അറിയാം. മരിക്കുന്നതിന്റെ അറ്റാക്ക് മൂലം മരിക്കുന്നതിന്റെ റേഷ്യോ കൂടിയിട്ടുണ്ടോ? ഈ കോവിഡ് വാക്സിൻ അങ്ങനെയാണ് ഉപയോഗിച്ചത്. ഇതുവരെയും കണ്ടുപിടിക്കാത്ത എന്തുകൊണ്ട്? സർവൈവൽ ആണ് ഈ പറയുന്ന പോലെ ഈ മനുഷ്യ ജീവിതം. മേ ബി അത് വന്നുകൂടാന്നൊന്നുമില്ല. ഡെവിനെ, സൂര്യഗ്രഹണം നമുക്കിവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും സൂര്യഗ്രഹണത്തിന് മുമ്പേ നമുക്കിവിടെ കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. സൂര്യൻ്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് റൂമർ ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഒരു കാർട്ടൂൺ, സിംസൺ എന്ന് പറഞ്ഞ കാർട്ടൂണിൻ്റെ ബേസ് ചെയ്തിട്ട്, ആ കാർട്ടൂണിൽ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഒരു പാലം തകർന്നു, അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു പ്രഡിക്ഷനും റൂമേഴ്സൊക്കെയാണ്. അതായത് സിംസന്റെ നമ്മൾ ഇതിനകത്ത് ലിങ്ക് ചെയ്ത് വെച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംസൺ പ്രെഡിക്റ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സിംസൺ പ്രെഡിക്റ്റ് ചെയ്തത് ഇതേപോലെ ഒരു സൂര്യഗ്രഹണത്തിന് ഉണ്ടാവുമെന്നല്ല, സംഭവിക്കാം. 2024-ലോ 2025-ലോ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിനെ പറ്റി സിംസൺ പറഞ്ഞു വെച്ചേക്കുന്നതാണ്. സിംസന്റെ ആ കാർട്ടൂണിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്ന പ്രഡിക്ഷൻ അനുസരിച്ച് നടക്കാൻ സാധ്യതയുള്ളത് 2024 2025-ലോ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന ഒരു സൂര്യഗ്രഹണം മാത്രമല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സൂര്യഗ്രഹണത്തിനകത്ത് ഒരു സൂര്യന്റെ ഒരു ഒരു ലെയർ പൊട്ടിത്തെറിച്ച് വന്ന് ഭൂമിയിലേക്ക് വരുന്നതും അതുമൂലം ഭൂമിയിലെ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതെയാവുന്നതും സിഗ്നൽസിനെ ബാധിക്കുന്നതും അതുമൂലം അതിന്റെ ചൂടനുഭവപ്പെട്ട് ഒരു സ്ഥലത്തോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ആളുകൾ മരണപ്പെടുന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ലോകാവസാനം അല്ല, ഒരു 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 വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഇല്ലാതെയാവുന്നതും അങ്ങനെയാണെന്നാണ് അതിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷെ ഈ സൂര്യഗ്രഹണമാണ് എന്ന് ഇന്റർലിങ്ക് ചെയ്തു വെച്ചത് നമ്മളാണ്. ഈ സൂര്യഗ്രഹണം മൂലമാണെന്ന്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട്, ഇപ്പോ വരുന്ന ഈ ചൂട് ആക്ച്വലി എന്തിന്റെ ഫലമാണ്? എന്ത് മൂലമാണ്? ഗ്ലോബൽ വാർമിംഗ് മൂലമാണോ? മനുഷ്യനായിട്ട് ഉണ്ടാക്കി ഓക്കെ പറഞ്ഞു. അല്ല, നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും ചൂടുണ്ടായിരുന്നോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇല്ല അല്ലേ? ഞാനും അത് ഇനി എനിക്ക് ഓർമ്മയില്ലാത്തതാണോ? ഇത്രയും ചൂട് നമ്മൾ ഇത്രയും അനുഭവിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരിക്കലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര പവറായിരിക്കും. ഇമ്മ്യൂണിറ്റി ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞായിട്ടിരിക്കുമ്പോഴല്ല, നമ്മളൊരു 4th 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എപ്പോഴും ഇമ്മ്യൂണിറ്റി കൂടുതലായുള്ള ടൈമായിരിക്കും. നമുക്ക് ഇപ്പോഴത്തെ ഉള്ള ഫുഡ്, അതേപോലെ ക്ലൈമറ്റ്, ഇപ്പോഴത്തെ ഉള്ള സാഹചര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. അപ്പൊ മൊബൈല് ഒരു രീതിയിലുമുള്ള ടെക്നോളജീസിന്റെ അഭാവമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. അപ്പൊ നമുക്ക് ഒരു രീതിയിലും അഫക്ട് ചെയ്യാത്ത നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒന്നും മാറ്ററേ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തോണ്ടിരുന്ന കാര്യമാണ്. നമുക്ക് ഇപ്പം വിഷു വരാൻ ഇല്ലായിരുന്നു. അതിപ്പോ നമുക്ക് സ്റ്റാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ. കഴിഞ്ഞ ഒരു 5 വർഷം മുന്നേ 40 ഡിഗ്രി സെൽഷ്യസ് വന്നിട്ടുണ്ട്. പാലക്കാട് ഇതേപോലെ ഒരു ചൂട് വന്നിട്ടില്ല. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് വന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ. കാലാവസ്ഥാ വ്യതിയാനം ഒരു ഭയങ്കര ഫാക്ടറാണ്. ഇപ്പം നമ്മുടെ വിഷു വരാൻ പോവാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞൊരു 2-3 കൊറോണ അല്ലെങ്കിൽ അതിനു മുമ്പേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വിഷു സമയത്ത് ഈ പറയുന്ന കണിക്കൊന്നയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ പറയുന്ന പൂർവികന്മാർ ഈ വിഷു എന്നുള്ളൊരു ആഘോഷം തുടങ്ങുമ്പോൾ എന്തൊക്കെ കണി വെക്കാം, അല്ലെങ്കിൽ ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ടാണല്ലോ വിഷുവിനെ ആഘോഷിക്കുന്നത്. അപ്പം കണി കാണുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും നല്ലതിനെ കണ്ടു തുടങ്ങുക, അല്ലെങ്കിൽ സമൃദ്ധമായിട്ടുള്ളതിനെ കണ്ടു തുടങ്ങുക എന്നുള്ളതിൻ്റെ ബേസിൽ ഈ വിളവെടുപ്പും ഈ സുലഭമായി കിട്ടുന്ന മാങ്ങയും ബാക്കി പച്ചക്കറികളും ചക്കയും എല്ലാം വെച്ചിട്ട്, പിന്നെ ഇങ്ങനെ കണിയുടെ കുറേ പണങ്ങളും എല്ലാം ആണെങ്കിലും അതൊക്കെ വെച്ച് കണി ഒരുക്കുന്നു. കൃഷ്ണവിഗ്രഹം ഉണ്ടെങ്കിൽ കൃഷ്ണവിഗ്രഹം വെക്കുന്നു. അതിൻ്റെ കൂടെ വെക്കുന്ന ഒരു സംഭവമാണ് ഈ കണിക്കൊന്ന. അപ്പോൾ ആ സമയത്ത് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം വെച്ചിട്ടാണ് അവർ അതിനെ ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ ഓരോ ആചാരങ്ങൾ ഡിസൈൻ ചെയ്യുകയാണല്ലോ പറയാം. പക്ഷെ ഇപ്പം വിഷുവിന്റെ സമയത്ത് നമുക്ക് കണിക്കൊന്നകളൊന്നും കിട്ടുന്നില്ല. വിഷുവിന്റെ നേരത്തെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേ നമ്മുടെ
ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമൃദ്ധമായി നിന്നതിന് നമുക്ക് എല്ലാവരും അവകാശികളുണ്ടാവും, പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അത്രയും കണിക്കൊന്നൊന്നും കിട്ടുന്നില്ല. അതാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ നല്ലപോലെ ഓർമ്മയുണ്ട്, ഞാൻ ഡിസംബറിലൊക്കെ പോയി ഇവിടെ ഒരിടത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ വേണ്ട കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നു. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യൂ ഡിസംബറിൽ കണിക്കൊന്നയോ? അപ്പം ഈ ചൂട് തന്നെ എനിക്ക് ചിലപ്പം മേ ബി നമുക്ക് ഇതിൻ്റെ ഇതൊന്നും അറിയില്ല, ഈ ചൂട് ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ്. കണിക്കൊന്ന പൂക്കാൻ വേണ്ടിയിട്ട് ചൂട് ഒരു ഫാക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ചൂട് അല്ല, അത് നമുക്ക് ഉറപ്പിക്കാൻ അല്ല. കണിക്കൊന്ന എന്ന് പറഞ്ഞൊരു സംഭവം ചിലപ്പോൾ ഈ ഡിസംബറിലും ഈ പറയുന്ന പോലെ കാലാവസ്ഥ തെറ്റിയൊക്കെ കണിക്കൊന്ന ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ചൂട് കൂടി വരുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നു എന്നുള്ളത് വേണം. ഇത് ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണെന്ന് പറയത്തുള്ളൂ. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2019 ഒക്ടോബറിന് മുന്നേ എന്തായിരുന്നു കേരളം മാത്രം എടുത്താൽ നമ്മൾ കേരളത്തിൽ താമസിക്കണം, കേരളം മാത്രം എടുത്തത്. 2019 ഒക്ടോബറിന് മുന്നേ എന്തായിരുന്നു കേരളം? 2024 ഏപ്രിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എങ്ങനെയാണ് കേരളം എന്നും കൂടെ ചിന്തിച്ചു പോകുക. 2019 ഒക്ടോബറിന് മുന്നേ നമ്മൾ കോവിഡ് ഫേസ് ചെയ്യുന്നതിന് മുന്നേ, മനസ്സിലാവുന്നുണ്ടോ? കോവിഡ് ഫേസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഗ്ലോബൽ വാർമിങ്ങും അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ്. നമ്മളെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരുന്നവരാണ്, എല്ലാം കൃത്യമായിട്ട് ഫേസ് ചെയ്തു. 2019 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കോവിഡ് വന്നു. കോവിഡ് വന്നതിന് ശേഷമുള്ള ഒരു ഇടുക്കി ജില്ല, ഞാൻ ഇടുക്കി അതിർത്തി കിടക്കുന്നവനാണ്, ഇടുക്കി എറണാകുളം ബോർഡറിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2019 ഒക്ടോബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വർക്ക് ഫ്രം ഹോമിലോട്ട് വന്നു. 2020 മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു ടൈം എത്തി. 2020 ഡിസംബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു ക്ലൈമറ്റ് ഉണ്ട്, ഇന്നേ വരെ ഞാൻ ഫേസ് ചെയ്യാത്തൊരു പ്രകൃതി ഭംഗി എന്ന് ഞാൻ സത്യം അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അതേപോലെ ഒരു സൗന്ദര്യമുള്ള ഒരു നാട് ആണ് എന്റെ നാടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അതുവരെ. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ആളുകൾ പുറത്തിറങ്ങുന്നില്ല, വണ്ടി ഓടിക്കുന്നില്ല, ഫുള്ള് വണ്ടികളൊക്കെ കുറവാണ്, വണ്ടികൾ ഓടിക്കുന്നത് കുറവാണ്. ലോക്ക്ഡൌണും കാര്യങ്ങളും ആയിരുന്നു, ആളുകളെല്ലാം ഡിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തു, ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല, എല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ പുറത്തിറങ്ങുന്നു, അങ്ങനെ ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് 2020 ഡിസംബർ ആയി കഴിഞ്ഞതോടുകൂടി റിയലി ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ നാടായി പോയി. ഡിസംബറിലൊക്കെ നല്ല തണുപ്പ്, ഇതേപോലെ തണുപ്പ് ഞാൻ ഫീൽ ചെയ്തിട്ട് പോലുമില്ല നാട്ടില്. 2020 ഓർക്കണം. 2020 കഴിഞ്ഞു, 2021 ആയപ്പോഴത്തേന് നോർമലിലോട്ട് എത്തി. 2022 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നോർമൽ കഴിഞ്ഞ ഇച്ചിരോടെ പേരിലോട്ട് എത്തി. 2023 കഴിഞ്ഞ ഡിസംബർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തണുപ്പില്ല, തണുപ്പെന്ന് പറഞ്ഞ സംഭവമില്ല. ആളുകള് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇന്നത്തെ പ്രകൃതി എന്ന് പറയുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മൊത്തം താളം തെറ്റി കിടക്കുകയാണ്. വേറെ ലെവലില് ഏത് ടൈമിലാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യുന്നവർക്ക് പോലും പറ്റുന്നില്ല മഴ എപ്പോ പെയ്യുമെന്ന്. ചിന്തിക്കുന്നുണ്ടോ? അവര് പറയുന്ന സമയത്ത് മഴയൊന്നും പെയ്യുന്നില്ല. നേരത്തെ അവർക്ക് ഒരു ടൈമിൽ അവര് അല്ല ഞാൻ പറയാൻ വന്നത്, ഇപ്പം മരങ്ങൾ മുറിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭൂമിയിലെ കുറേ സോഴ്സുകൾ, ഇപ്പം എന്താ പാറയൊക്കെ പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കുന്നുകൾ ഇല്ലാണ്ടാക്കുന്നത്, അതെല്ലാം ഒരു ഫാക്ടറാണ്. പക്ഷെ എന്നിരുന്നാലും ഈ വർഷങ്ങൾ പോകും തോറും ഈ ഭൂമിയുടെ ഒരു സന്തുലിതാവസ്ഥ, സൂര്യനുമായിട്ട് ഈ അസ്ട്രോണമി അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവമാണ്. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര കൗതുകമായിട്ടുള്ളതുകൊണ്ട് നമ്മൾ നോക്കും. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുമ്പോൾ സൂര്യനോട് ഇപ്പം അടുത്തോണ്ടിരിക്കുക, ഭൂമി സൂര്യനോട് ഇപ്പം അടുത്തോണ്ടിരിക്കുകയാണ്. അതിന് കുറേ വർഷങ്ങൾ അത് ഇപ്പം നമ്മളൊന്നും കാണണമെന്നില്ല, കുറേ കോടിക്കണക്കിന് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ ഭൂമിയെ വിഴുങ്ങും എന്നുള്ള അവസ്ഥയാണ് ഈ പറയുന്ന എന്താ പറയുക ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, മേ ബി ഇപ്പം നമുക്ക് ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ജൂപ്പിറ്റർ എന്ന് പറയുന്നൊരു ഗ്രഹം ഉണ്ടല്ലോ, ജൂപ്പിറ്റർ. ഓക്കെ, ആ ജൂപ്പിറ്റർ നേരത്തെ ഈ ഒരു സൂര്യന് ചുറ്റും ഒരു ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഹാബിറ്റബിൾ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ ചൂടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് ചൂടും കിട്ടും. ഇപ്പം സൂര്യനോട് അടുക്കുമ്പോൾ എന്താ ചൂട് കൂടുതലായിരിക്കും, സൂര്യനിൽ നിന്ന് അകന്നു പോകുമ്പം ചൂട് ഈ പറയുന്ന പോലെ കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഓക്കെ, അപ്പം ഈ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നതാണ് ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സൗരയൂഥത്തിൽ വസിക്കാൻ പറ്റുന്ന, ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫറായിട്ടുള്ള സോണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ വീനസോ എന്താണെന്ന് തോന്നുന്നു. അപ്പം ഇത് അടുത്തോട്ട് വന്നു. ഓക്കെ, ഈ ഹാബിറ്റബിൾ സോണിൽ നിന്ന് അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ഗ്രഹം മേ ബി ഈ പറയുന്ന വീനസ് ആയിരിക്കാം, അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഹാബിറ്റബിൾ സോണിൽ നിന്ന് പുറത്തായി. അപ്പോൾ ഭൂമി ഇപ്പം ഹാബിറ്റബിൾ സോണിലാണ്.
കുറേ കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം, അല്ലെങ്കിൽ കോടിക്കണക്കിലേക്ക് കുറേ വർഷങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഭൂമി ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചൂടും തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു സോണിലായി. അപ്പം ആ സോണിൽ നിന്ന് ഇങ്ങനെ അടുത്തോണ്ട് ഇനി ഭൂമി ആ ഹാബിറ്റബിൾ സോണിൽ നിന്ന് വിട്ടു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറുമ്പോഴത്തേക്ക് എന്താ, സൂര്യനോട് അടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം ശാസ്ത്രലോകം ഭയങ്കരമായിട്ട് ശാസ്ത്രം എങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഈ ചൊവ്വയാണെങ്കിൽ ഹാബിറ്റബിൾ സോണിനുള്ളിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ചൊവ്വയിൽ അപ്പോഴത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ചൊവ്വയിലേക്ക് ചാടാം. അപ്പം അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ഫാക്ടറാണ് ചൂട് കൂടുന്നതിൻ്റെ, എനിക്ക് തോന്നുന്നു. ചൂട് കൂടുന്നതിന്റെ വലിയൊരു ഫാക്ടർ അത് തന്നെയല്ല, ഒരു ഫാക്ടർ ആയിരിക്കാം. അതിനൊപ്പം നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഒരു സംസാരം വന്നായിരുന്നു, മനുഷ്യൻ അന്യഗ്രഹ ജീവിയാണോ എന്നുള്ളൊരു സംഭവം. കാരണം മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ പ്രകൃതിയിലെ ഈ ചൂഷണവും ഈ നമ്മുടെ മനുഷ്യനെന്ന് പറയുന്നത് നമ്മളടക്കമുള്ള എല്ലാവരും നമ്മളടക്കമല്ല എല്ലാവരും ചൂഷണം ചെയ്യുന്നത് കൊണ്ടല്ലേ ഇപ്പോ ഈ നടക്കുന്ന ഈ ഗ്ലോബൽ വാർമിങ് അതിന്റെ പീക്ക് ലെവലിലോട്ട് എത്തിയേക്കുന്നത്. ഉറപ്പായിട്ടും ശരിയല്ലേ? ഈ ചൂട് കൂടുന്നതിന്റെ നല്ലൊരു അളവും മനുഷ്യന്റെ തന്നെയല്ലേ. ഇപ്പോ നമ്മുടെ വാഹന ഉപയോഗത്തിന്റെ നല്ലൊരു ഉപഭോഗം കൂടിയതുകൊണ്ടാണല്ലോ CO2 എമിഷൻ ചെയ്യുന്നതും ഗ്ലോബൽ വാർമിങ്ങിന് വലിയൊരു കാരണമാകുന്നതും. ഗ്ലോബൽ വാർമിങ്, അതെ, ഓസോൺ പാളിയല്ലേ. പ്രകൃതി സ്വാഭാവികമായിട്ടുള്ള ഈ സൗരയൂഥത്തില് സ്വാഭാവികമായിട്ടുള്ള ഈ ഗാലക്സിയിലെ ഗ്രഹങ്ങളുടെ ഒരു വ്യതിയാനം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് സംഭവിച്ച ശേഷം വരുന്നതാണ് അവരുടെ ഗ്രാവിറ്റിയിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. അതുമൂലമാണ് പനന്ത പറഞ്ഞത്. അതല്ലാതെ നമ്മൾ ജീവിച്ചു പോകുന്ന ഈ 50-60 വർഷം കാലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളായിട്ട് തന്നെ ചെയ്യുന്നതല്ലേ. അതെ, ഉറപ്പായിട്ടും സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ. അതെ, അല്ല എടാ നോക്കണേ, ഈ ഭൂമിയുടെ മനുഷ്യനില്ലാതെ ആയി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ഒന്നും സംഭവിക്കില്ല. ഈ ഭൂമിയായിട്ട് നിൽക്കും. ഇല്ല, അതാണ് ഏറ്റവും വലിയ സത്യം. അല്ല എടാ, അത് ഈ പറയുന്ന ഈ ശാസ്ത്രം വെച്ചിട്ട് ഭൂമി എന്ന് പറയുന്നത് ഇനിയും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ ഭൂമിയെ വിഴുങ്ങും. അല്ല, ഇപ്പം നമ്മൾ ചെയ്യാണ്ടിരുന്നാലും ഇതൊരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ, നമ്മൾ ഈ ടൈം മെഷീൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ടൈം മെഷീൻ ഉണ്ടാകുന്നില്ല? അപ്പം ഞാൻ സംസാരിച്ചു, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ശരീരം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു ജീവിത കാലയളവുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ജീവിത കാലയളവുണ്ട്. അതേപോലെ ഈ മരത്തിനും എല്ലാത്തിനും ഉള്ള പോലെ ജീവിത കാലയളവ്, ഒരു ആയുസ് ഈ പറയുന്ന ഭൂമിക്കുണ്ട്. ഈ ഭൂമിക്ക് മാത്രമല്ല, ഈ ഒരു സൗരയുധത്തിന് മൊത്തം ഉണ്ട്. അതുപോലെ ഇതിങ്ങനെ ഇപ്പം നമ്മൾ ചുമ്മാ ഈ ഓരോരോ പൊളിറ്റിക്സിൻ്റെ പേരിലും അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള പേരിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കിടന്ന് മുകളിലോട്ട് നോക്കിയാൽ മതി, ഒന്നും അല്ല എന്നുള്ളത് തോന്നിപ്പോവും. ഇതല്ലെങ്കിൽ പോലും വേറെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചുമ്മാ എടുത്ത് നോക്കിപ്പോ ഒരു പൊട്ട് പോലും അല്ല, ഒരു പൊട്ടിന്റെ സൈസ്. നമുക്കായിരിക്കും പൊട്ടെന്ന് പറയുന്നത് ഒരു ചെറിയ സാധനം, അതുപോലുമല്ല. ഇതൊക്കെ പൊടിയായിരിക്കും, നമ്മളൊക്കെ പൊടിയായിരിക്കും ലോകത്തിന്റെ അത്രയും ഒരു വൈഡായിട്ട് നോക്കുന്ന സമയത്തെ. അത് ഭയങ്കര സംഭവമാണ്. അപ്പം ഈ പറയുന്ന ഒരു കാലയളവ് ഇത് മാത്രമായിരിക്കും. ഈ ഒരു കാലയളവ് ഉണ്ടല്ലോ, ഈ കാലയളവ് ഭൂമിക്കുണ്ട്. അപ്പം ഇപ്പം നീ പറയുന്നത് ഒരു വേറൊരു രീതിയിലാണെങ്കിലും ശാസ്ത്രത്തിന്റെ കണ്ണിൽ ഈ പറയുന്ന ഭൂമി സൂര്യനിലേക്ക് ഇങ്ങനെ സൂര്യന്റെ വലിപ്പം കൂടിക്കൂടി വരികയാണെന്ന് എന്തുവാണ് പറയുന്നത് കേട്ടത്, എനിക്ക് ഉറപ്പില്ല. സൂര്യന്റെ വലിപ്പം ഇങ്ങനെ കൂടി വന്ന് സൂര്യന്റെ വലിപ്പം കൂടില്ല, സൂര്യൻ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഭൂമി അടുത്തോണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അല്ല അതെ, ഭൂമി അടുത്തോണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് നമ്മളെ ശാസ്ത്രം പഠിപ്പിച്ചത് വളരെ ശാസ്ത്രമല്ല, നമ്മളെ പഠിപ്പിച്ചത് പോലും തെറ്റാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളെ പഠിപ്പിച്ചത് സൂര്യൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഐറ്റം ഇങ്ങനെ നിൽക്കുമ്പോ ഭൂമി ഇങ്ങനെ ചുറ്റുകയാണ്, ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. ആക്ച്വലി എല്ലാം മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്, സൗരയൂഥത്തിലെല്ലാം മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. സൂര്യനൊന്നും പ്രോപ്പർ പ്ലേസ് ഇല്ല. അതെ അതെ അതെ, ഉറപ്പായിട്ടും. അല്ല, സൂര്യനും കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊപ്പം ഭൂമിക്കും തേയ്മാനം സംഭവിക്കും. ഈയിടെ ഞാൻ കണ്ടു, ചന്ദ്രൻ ഒരു ഇത്ര മില്ലിമീറ്റർ മാറിയെന്നുള്ളത് കണ്ടു. ഭൂമിയുടെ ഈ ഭ്രമണപഥത്തിൽ നിന്ന്, അല്ല ഈ ഭൂമിയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഓർബിറ്റിൽ നിന്ന് ചന്ദ്രൻ കുറച്ച് സെന്റിമീറ്റർ മാറി, ഒരിച്ചിരി അതിങ്ങനെ കൂടിക്കൂടി വരും. ഇതെല്ലാം ചേഞ്ച്. നമ്മുടെ ഇപ്പം ഈ പറയുന്ന പോലെ സമയം നമുക്കൊരു വലിയ ഫാക്ടറാണല്ലോ. അപ്പോൾ ഈ സമയത്തിൻ്റെ ഇത് വെച്ചിട്ട് ഈ നമ്മുടെ ഈ സൗരയൂഥത്തിലെ സമയം വേറൊന്നായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ദിവസം, നമ്മുടെ ഒരു ദിവസമാണല്ലോ സൂര്യനെ സഞ്ചരിക്കുന്ന സംഭവം.
സൂര്യനെ പരിഗ്രഹണം ചെയ്ത് വരുന്ന ഒരു സംഭവമാണല്ലോ നമ്മുടെ ഭൂമി. ഒരു ദിവസം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഒരു വർഷമായി അല്ലേ? അപ്പൊ അതുപോലെ അത് പുറത്ത് ഭയങ്കര എൻ്റയർലി ആയിരിക്കും. ഭയങ്കര വലിയ ടോപ്പിക്കാണത്. ഇതൊക്കെ നമ്മളൊന്നും അല്ല എന്നുള്ളത്. അത് സയൻസ് കണ്ടുപിടിച്ചതാണ്. പുറത്ത് ഒരു സൂര്യനെ ചുറ്റിയെടുക്കാൻ ഭൂമിക്ക് എടുക്കുന്ന ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് ഈ 365 ഡേയ്സ് എന്നുള്ളത്. അത് വലിയൊരു കാര്യമായിരിക്കും. പക്ഷെ അതിൽ വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി എന്ന് പറയുന്നത് ഒരു ഗാലക്സിയുടെ ഉള്ളിൽ നിൽക്കുന്ന അതേ അനേകായിരം ഗാലക്സികൾ കൂടി ഒരു മിൽക്കി വേ ഉണ്ടെന്നുള്ളൊരു സത്യമാണ് സത്യം യഥാർത്ഥത്തില്. അപ്പൊ നമ്മൾ എന്താണ്? ഭൂമിയിൽ നമ്മളൊന്നുമല്ല. അപ്പൊ ഒരു മിൽക്കി വേയുടെ ഉള്ളിൽ നമ്മൾ എന്താണ്? പൊടി, അവിടത്തെ പൊടി. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊന്നുമല്ല. അവിടത്തെ പൊടിയാണ് ഭൂമി. അതെ, അതിന്റെ ഭൂമിയിൽ നമ്മളെന്താണ്? ഒന്നുമില്ല. അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ. അനുഭവിച്ചേ മനുഷ്യൻ മടക്കത്തുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഡെവലപ്മെന്റ് എത്താത്ത സമയത്തുള്ള മനുഷ്യർ അനുഭവിച്ചത് ആളുകളുടെ ക്രൂരതയും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ, നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത ഫലങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ ചെയ്തു വെച്ചേക്കണതിന്റെ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. കർമ്മ എന്ന് പറഞ്ഞ സംഭവം എക്സാക്ട് ആയിട്ട് നമ്മൾ അനുഭവിച്ച് തന്നെ തീരും. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിച്ചേ പോകത്തുള്ളൂ. ഭൂമിയുടേതായ എല്ലാ ഭൂമിയുടെ പ്രതികരണങ്ങളും മൊത്തം നമ്മൾ അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നമ്മൾ പോകത്തുള്ളൂ. എവരി ആക്ഷൻ there is an equal and opposite reaction. Has an equal and opposite reaction. Definitely. അല്ല, ഞാൻ പറഞ്ഞത് മനുഷ്യൻ എന്തൊക്കെ ചെയ്താൽ, ഇപ്പം മനുഷ്യന് ഇങ്ങനത്തെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു എന്ന സംഭവം വരുമ്പോഴത്തേക്ക് ഈ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പം ഏതൊരു കണ്ടുപിടുത്തം നടന്നു, എങ്ങനെ ചൂട് കുറയ്ക്കാം എന്നുള്ള രീതിയിൽ ഒരു കണ്ടുപിടുത്തം നടന്നു. അപ്പം അതിൽ പറയുന്നത് ഈ എന്തോ ഒരു സാധ്യത വെച്ചിട്ട് നമ്മുടെ മുകളിൽ മേഘത്തെ ഉണ്ടാക്കും, മേഘത്തെ കൊണ്ടുവരും നമ്മുടെ തലയിലെ മുകളിൽ. അപ്പോഴത്തേക്ക് ആ ചൂട് മേഘമല്ലേ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചൂട് കുറയ്ക്കാന്നൊക്കെ രീതിയിലുള്ള കണ്ടുപിടുത്തം വരും. അപ്പം നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാലാവസ്ഥ, അപ്പം ശാസ്ത്രം ഭയങ്കരമായിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള പോയിന്റാണ്. നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശാസ്ത്രം മാറുന്നുണ്ട്. അതാ ഞാൻ കണ്ടുപിടുത്തം മൂലം വരുന്ന എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ്, അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. അല്ല, ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഓർത്തത്, നമ്മളെ പഠിപ്പിച്ചത് തെറ്റാണെന്നൊക്കെ പറഞ്ഞില്ലേ. സംഭവം ഇതിങ്ങനെ ചേഞ്ചിങ് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പുതിയത് വരുമ്പോഴത്തേക്ക് നമ്മൾ ശാസ്ത്രം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയത് വരുമ്പോ പഴയത് തെറ്റാണ്. ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, പുതിയത് വന്നു കഴിഞ്ഞാൽ പഴയത് തെറ്റാണ്. അതെ. അല്ല, ഇപ്പൊ ഇന്നിപ്പോ മഴ പെയ്യിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ എല്ലാവരുടെ അടുത്തുണ്ട്. കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിക്കാനുള്ള ഈ ഇങ്ങനെ പെയ്യിപ്പിക്കുന്നത് മൂലം പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നാളെയാണ് അവർ കണ്ടുപിടിക്കത്തുള്ളൂ. നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വാക്സിനേഷൻ പല കൺട്രീസും കണ്ടുപിടിച്ചു. ഇത് മൂലം ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അവര്. ഇതുവരെ ഒരു രാജ്യവും കണ്ടുപിടിച്ചിട്ടില്ല. അത് അനുഭവിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ കണ്ടുപിടിക്കും ഇന്ന വാക്സിൻ മൂലം ഇന്ന ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുന്നു. പല ഐഡിയോളജിസും പലർക്കും ഉണ്ടാവും. മരുന്നല്ല, ഇതും മരുന്ന് ശാസ്ത്രമാണ്. അല്ല, ഞാൻ പറയട്ടെ, മരുന്നിന്റെ കേസ് എന്ന് പറയുമ്പം, മരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചാവണോ അതോ നമ്മുടെ ലൈഫിലെ കുറച്ച് വേറെ രീതിയിൽ, അതിനെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് മരുന്നിൻ്റെ ഇത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു നിമിഷത്തിൽ തട്ടിപ്പോയേനെ. ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് അതിനെ പ്രതിരോധിച്ച്, പക്ഷെ അതിൻ്റെ സൈഡ് എഫക്ട്സ് കാണും. നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് വെറുതെയാണ്. എന്താ നിസ്സാരമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞു പോയാലും ഞാനൊരു കാര്യം പറയാം. കോവിഡ് വാക്സിൻ എടുക്കാത്ത എത്ര ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടെന്ന് അറിയാമോ? ഇതുവരെയായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു കേടും സംഭവിക്കാത്ത എത്ര ഫ്രണ്ട്സ് എനിക്കുണ്ടെന്ന് അറിയാമോ? ഈ വാക്സിൻ എടുത്തിട്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് മൂലം അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? എല്ലാ രാജ്യത്തും, ഒരു രാജ്യത്തിനെ അടച്ചു പറയുന്നതല്ല, എല്ലാ രാജ്യത്തും വാക്സിൻ എടുത്തിട്ടുണ്ടോ അതിന്റെ അനന്തരഫലം അവർ അനുഭവിച്ചേ തീരൂ. കൃത്യമായിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല ഒരു വാക്സിനിലും. വർഷങ്ങൾ എടുത്തിട്ടാണ് പല വാക്സിനുകളും കണ്ടുപിടിക്കുന്നത്. കോവിഡ് വാക്സിൻ നിസ്സാര ടൈമിൽ കണ്ടുപിടിച്ചു. ഡെഫിനറ്റ്ലി ഡൗട്ട്സ് ഒന്നുമല്ല. ഇതെടുത്ത് നോക്ക്, സ്റ്റാറ്റിക്സ് എടുത്ത് നോക്ക്. എല്ലാ വാക്സിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക്സ് എടുത്ത് നോക്ക്, ആളുകൾ മരിക്കുന്നതിന്റെ അറ്റാക്ക് മൂലം മരിക്കുന്നതിന്റെ റേഷ്യോ കൂടിയിട്ടുണ്ടോന്ന്. ചുമ്മയൊന്നും അല്ല ഇത്. ചെറുപ്പക്കാർ എത്ര പേര് മരിച്ചുപോയി
നമ്മുടെ കൺമുന്നിലുള്ള കേരളത്തിലുള്ള എത്രയോ ചെറുപ്പക്കാർ മരിച്ചുപോയി, ആരോഗ്യമുള്ളവർ എത്ര മരിച്ചുപോയി, ജിമ്മന്മാർ എത്ര പേര് മരിച്ചുപോയി അറ്റാക്ക് വന്ന്. ചിന്തിച്ചു നോക്ക് ഇതൊക്കെ എന്തായിരിക്കുമെന്ന്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ഇതുവരെയും ശാസ്ത്രലോകം പഠിച്ചിട്ടില്ല. നാളെ ഒരു അവസരത്തിൽ പറയും അത് തെറ്റായിരുന്നു എന്ന്. അപ്പൊ നമ്മള് അന്ന് ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ അന്ന് പറയും ശരിയാണ്, ശാസ്ത്രം സത്യമാണ് എന്ന് നമ്മൾ അന്ന് പറയും. അതല്ല എടാ, ഇത് ഇത് പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. ഒഴുക്കിന് പോയിക്കൊണ്ടിരിക്കും. എടാ ശാസ്ത്രത്തിനും തെറ്റ് പറ്റാം. അതെ അതെ, അല്ല തെറ്റ് പറ്റാം. ഇവിടെ ഏറ്റവും ശാസ്ത്രത്തിന് തെറ്റേ പറ്റുന്നുള്ളൂ. എപ്പോഴും ശാസ്ത്രത്തിന് തെറ്റ് പറ്റും. എടാ തെറ്റേ എടാ ഇതില്ലായിരുന്നെങ്കിൽ, അല്ല ഞാൻ ആ വാദത്തോട് യോജിക്കുന്നില്ല. കാരണം ഇതില്ലായിരുന്നെങ്കിൽ എന്ത്, ഇപ്പം കോവിഡ് വാക്സിനൊക്കെ ഓക്കെ, ഇപ്പം ഇതുപോലെ ഇതുപോലെ പഠിച്ച് വരുന്നതാണ് ഓരോരോ സംഭവങ്ങളും. ഓക്കെ, ഇപ്പം ഈ ആയുർവേദത്തിലാണെങ്കിൽ പഠിച്ച് വരുന്നത് മനുഷ്യനിൽ യൂസ് ചെയ്യാനുള്ളതല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ യൂസ് ചെയ്യാം, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ യൂസ് ചെയ്യാനുള്ളതല്ല ഒരു പഠിത്തവും. വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ. കാരണം ഏത് പഠിത്തവും പല മനുഷ്യരിൽ ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് മനുഷ്യരിലോട്ട്. കാരണം അവരുടെ കൺസെന്റോട് കൂടി അവർക്കൊരു കൃത്യമായ വേതനം കൊടുത്തിട്ട് ഒരു കൺസെന്റോട് കൂടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ കോവിഡ് വാക്സിൻ അങ്ങനെയാണ് ഉപയോഗിച്ചത്. മാൻഡേറ്ററി. ഇത് ആരുടെയെങ്കിലും അജണ്ട ആയിരുന്നോ? എടാ ഇതും പറഞ്ഞ പോലെ പരീക്ഷിച്ചൊക്കെയാണ് കൊണ്ടുവന്നത്. അവര് ആ സമയത്ത് നോക്കുന്നത് ഈ പറയുന്ന ആരുടെ അടുത്ത് എത്ര വർഷം, എടാ എത്ര വർഷമെന്നുള്ളതല്ല, അവിടെ ഈ പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ തടയുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പം ഇവർ കണ്ടുപിടിച്ച കുറേ മരുന്നുകൾ നോക്കുമ്പോഴത്തേക്ക് ഏതിലാണ് എഫക്റ്റീവായിട്ട് ഈ പറയുന്ന പോലെ തടയാൻ പറ്റുന്നത്, അത് വെച്ചിട്ട് ഇവർ കുറേ വാക്സിനുകൾ ഇറക്കി. ഇതും പറയുന്ന പോലെ ആനന്ദയ്ക്ക് ഒരു കാര്യം അറിയാമോ? ആനന്ദയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. എയ്ഡ്സ് എന്ന് പറഞ്ഞൊരു വൈറസിനെ പറ്റി അറിയാലോ എല്ലാവർക്കും. അതിനൊരു പ്രോപ്പർ വാക്സിനേഷൻ എന്തുകൊണ്ട്, പ്രോപ്പർ എന്ന് പറഞ്ഞാൽ 100% റിലയബിൾ ആയിട്ടുള്ള വാക്സിനേഷൻ എന്തുകൊണ്ട് ഇപ്പൊ ഇല്ല? ഇതുവരെയും കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ടാണ്? കണ്ടുപിടിക്കാത്തതല്ല, കൃത്യമായ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാക്സിനേഷൻ കൃത്യമായ റേഷ്യോയിൽ കൃത്യമായ അളവിൽ മനുഷ്യരിലോട്ട് എത്താൻ പാടില്ല, അതിന്റെ മേളിലോട്ട് എത്താൻ പാടില്ല, അല്ലെങ്കിൽ തെറ്റായിട്ട് എത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ലേ വർഷങ്ങളായല്ലോ എയ്ഡ്സ് കണ്ടുപിടിച്ചിട്ട്. എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മരണം എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോ മരണത്തിൽ നിന്ന് താഴത്തോട്ട് പോകാൻ പറ്റും, മരണമില്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും എയ്ഡ്സ്. അല്ല എയ്ഡ്സ് എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്? ലേറ്റ് ആയിട്ടുള്ള കൃത്യമായ സ്റ്റഡിയിലൂടെ കൂടി അവര് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ സ്റ്റഡിയിലൂടെ കൂടി ഫൈൻഡ് ചെയ്ത ഒരു മെഡിസിനാണ് എയ്ഡ്സിന്റെ വാക്സിൻ കണ്ടുപിടിച്ചോ? കോവിഡ് വാക്സിൻ എടുത്തവർക്ക് എന്തുകൊണ്ട് വീണ്ടും കോവിഡ് വരുന്നു? എയ്ഡ്സിന് മരുന്നുണ്ട്, മരിക്കാതെയും രക്ഷപ്പെടാൻ പറ്റും, ക്യൂർ ആവാൻ പറ്റും. എന്തുകൊണ്ടാണ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് വീണ്ടും കോവിഡ് വരുന്നത്? അല്ല അതൊരു ചോദ്യമാണ്. സയൻസ് ഇപ്പോഴും ഡെവലപ്പിംഗ് ആണ്, ശരിയാണ്, ഡെവലപ്ഡ് അല്ല, സയൻസ് ഇപ്പോഴും ഡെവലപ്പിംഗ് ആണ്. എടാ ഞാൻ പറയാൻ വന്ന പോയിന്റ് ഒരിക്കലും ഇല്ല. നാളെ നിന്റെ അടുത്ത് വന്ന് പറയുവാണ് ഇത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇപ്പം പന്നിയുടെ ഹൃദയം വെച്ചിട്ട് ഒരാള് സർവൈവ് ചെയ്തു, ഒരു കുറച്ചാള് സർവൈവ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ കേട്ടു. അപ്പം ഇങ്ങനെ ഒരു സർവൈവലാണ് ഈ പറയുന്ന പോലെ ഈ മനുഷ്യ ജീവിതം. ഇപ്പം നമ്മളൊരു 100 വർഷം അല്ലെങ്കിൽ ഒരു 70 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ തോട്ട്സും അല്ലെങ്കിൽ ഇതുവരെ കണ്ടുപിടിച്ചതൊക്കെ വെച്ചിട്ട് നമ്മൾ പകർന്നു കൊടുക്കും. അത് ബാക്കിയുള്ള ഒരാൾ വന്നിട്ട് അതിൻ്റെ മുമ്പോട്ട് സഞ്ചരിക്കും അല്ലെങ്കിൽ പുറകോട്ട് സഞ്ചരിക്കുക, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ ഇങ്ങനെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കുറേ പേര് ഇപ്പം സർവൈവ് ചെയ്യുക എന്നതിലുപരി ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാവണം, സർവൈവ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലേക്ക് മാറണമെങ്കിൽ. അപ്പം സർവൈവലാണ് മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ ഈ പറയുന്ന പോലെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ കുറേ സംഭവങ്ങൾ വന്നപ്പോഴത്തേക്ക് ഫാമിലീസ് ഇൻക്ലൂഡഡ് ആയി, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ഈ നീഡുണ്ടല്ലോ, നീഡ് ഹയറാർക്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഓരോരോ നീഡുകൾ വന്നപ്പോഴത്തേക്ക് കുറേ പേര് അതിൻ്റെ പുറകെ പോയി ജീവിതത്തെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഈ ശാസ്ത്രലോകം അല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ പോലെ റിസർച്ചിൻ്റെ പുറകിൽ ഇരിക്കുന്നതിൻ്റെ ഫലം മൊത്തം മനുഷ്യരാശിക്കുണ്ട്. നമ്മൾ വെറുതെ ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. അപ്പം ഒന്നും കണ്ടുപിടിക്കാത്തതിനേക്കാൾ ഇതുകൊണ്ട് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുണ്ടാവുമോ എന്നുള്ളതാണ്. ഇപ്പം ഈ പറയുന്ന കോവിഡ് വാക്സിൻ എടുത്തവരെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. പക്ഷെ അതൊക്കെ എങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ നമുക്കതിൽ തെളിവൊന്നുമില്ല. കാരണം തെളിവില്ല എന്ന് പറയാൻ കാരണം നമ്മൾ സയന്റിസ്റ്റുകളല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സയന്റിസ്റ്റുകളല്ല. നമുക്ക് തെളിവ് കിട്ടുന്നത് സയൻസിലൂടെ മാത്രമല്ല തെളിവുകൾ വരുന്നത്.
അതെ അതെ, അല്ല നമ്മൾ ഈ മീഡിയാസ് പറയണത് മാത്രമല്ലോ നമ്മൾ വിഴുങ്ങുന്നത്. അതെ, നമ്മൾ ഇങ്ങനെ കണ്ടതും കേട്ടതും വെച്ചൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇതായിരിക്കാമോ കാരണം എന്നുള്ളതേ ഉള്ളൂ. അതെ, അപ്പം ഈ പറഞ്ഞ പോലെ അല്ല ഞാൻ പറയാൻ വന്നത്, ഇപ്പം ഈ കോവിഡ് വന്ന് ഒരു നിമിഷത്തിൽ മരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം മേ ബി നെക്സ്റ്റ് ജനറേഷൻ ഈ വാക്സിൻ ഒന്നും എടുത്തവരല്ലല്ലോ, പക്ഷേ ഈ വാക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരെല്ലാം ഉണ്ടാവാം, പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പോവാല്ലോ, ഇതൊരു വൈറസ് അല്ലേ. അതും പറയുന്നുണ്ട്, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കും എന്ന് വരെ പറയുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് കാണാം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന്. റീപ്രൊഡക്ഷനെ ബാധിക്കുമോ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കുമോ, അല്ല നമുക്ക് കാണാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സയൻസ് എത്രത്തോളം മനുഷ്യനെ നശിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എടാ അങ്ങനെ ആ ഒരു സയൻസ് ഓക്കെ, ഇതിപ്പം പലരുടെയും ആ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരിക്കുന്നത് മൊത്തം സയൻസ് ആണ് അല്ലേ. ടോട്ടലി പറയാൻ പറ്റൂല, ശരിയാണ്. പക്ഷേ അനന്ത, ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം, സയൻസ് ഇല്ലാതെയും മനുഷ്യർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരാണ്. സയൻസ് ഇല്ലാത്ത സമയത്തും മനുഷ്യർ ജീവിച്ചിരുന്നു. എങ്ങനെ ജീവിച്ചിരുന്നു? സയൻസിലേക്ക് എത്തും, അവസാനം സയൻസിലേക്ക് എത്തും. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടി തൊട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന മീഡിയം തന്നെ സയൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണ്, നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ജോലി ചെയ്യുന്നതോ നമ്മളെ ഡേ ടു ഡേ ലിവിങ്സിന് എന്ത് ഉപയോഗിച്ചാലും അത് സയൻസ് ആണ്, എന്തും സയൻസ് ആണ്. അല്ല, ഇല്ലാതെയും ഇരുന്നായിരുന്നു ഒരു സമൂഹം എന്നാണ് പറഞ്ഞത്. അതെ, ഉറപ്പായിട്ടും ഇല്ലാതെയും ജീവിക്കാം, ഇല്ലാതെയും ഇപ്പം നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുന്ന സമയം വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഒരു മാർഗ്ഗം ഇല്ലാതെ അല്ലാത്ത രീതിയിൽ സമയം ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് പോലും നമ്മൾ അങ്ങനെയായിരുന്നു. അതെ അതെ, ഉറപ്പായിട്ടും. അല്ല ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ല, ഇത് നമ്മൾ തിരിച്ചും ഈ സൂര്യനിലേക്ക് വരാം. ഈ സൂര്യനിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന സയൻസ് അവിടെ യൂസ്ഫുൾ ആവും. ഈ പറയുന്ന പോലെ നമുക്ക് ഈ മനുഷ്യരാശിക്ക് ഇപ്പം വേറൊരു എവിടെയെങ്കിലുമൊക്കെ മനുഷ്യനുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം നീ പറഞ്ഞ പോലെ മനുഷ്യനൊരു അന്യഗ്രഹ ജീവിയാണെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഈ പറയുന്ന പോലെ ഗ്രഹത്തിൽ ജീവിക്കുന്നുണ്ടാകാം, പറയാൻ പറ്റില്ല. അന്യഗ്രഹ ജീവിയായിട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വന്നതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് ചൊവ്വയിലോട്ട് ചാടണമെങ്കിൽ അതിനൊരു സംഭവം വേണം, വലിയൊരു വെഹിക്കിൾ വേണം. ഞാനൊരു സിനിമ കണ്ടിരുന്നേ, ഞാനൊരു സിനിമ കണ്ടിരുന്നു, അത് ചൈനീസ് സിനിമ എങ്ങനെയാണ്. അപ്പം അതിൽ പറയുന്നത് ഈ ഭൂമി ഇങ്ങനെ അടുക്കുന്ന സംഭവം തന്നെയാണ് പറയുന്നത്. ഭൂമി ഇങ്ങനെ അടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ ഭ്രമണപഥത്തിൽ നിന്ന് മാറി, അല്ല എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഉൽക്ക ഇടിക്കാൻ വരുന്നതാണോ അതോ ഭ്രമണപഥത്തിൽ നിന്ന് മാറി എന്തോ ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഉൽക്കയുടെ സംഭവങ്ങളൊക്കെ. ഉൽക്ക ഇടിക്കാൻ വരുമ്പോഴത്തേക്ക് ഭൂമിയുടെ പല 4 കോണിലും ഈ പറയുന്ന പോലെ വലിയ എൻജിൻസൊക്കെ വെച്ചിട്ട് പ്രഷർ, ഈ റോക്കറ്റിലൊക്കെ പറയുന്ന പോലെ പ്രഷർ എവിടെയാണോ ഇടിക്കാൻ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പ്രഷർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഭൂമി തെന്നി മാറുമല്ലോ. അതുപോലത്തെ ഒരു സിസ്റ്റമൊക്കെ വെച്ചിട്ടൊരു ഒരു സിനിമ കണ്ടിരുന്നു. മേ ബി അത് വന്നുകൂടാന്നൊന്നുമില്ല, കാരണം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സംഭവമാണ്. ഭൂമിയെ മൊത്തത്തിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു പോലത്തെ ഒരു സിനിമയാണ്. അപ്പം അതുപോലൊന്നും വന്നുകൂടാന്നൊന്നുമില്ല. അതെ, അപ്പം ഇങ്ങനത്തെ അല്ലല്ല, സയൻസ് വേണം നമുക്ക്. അസ്ട്രോണമിയൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, നമ്മുടെ ചെറിയൊരു കാലയളവിൽ എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് അതൊക്കെ, ശരിയല്ലേ? അതെ അതെ, നോക്കാം നമുക്ക്. നമുക്കിപ്പോ ഇനി ചൂട് കൂടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, എന്നാ ഓക്കെ, ശരി.